ഹലോ, അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പുതിയ വീഡിയോ ഇടുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് മോണിറ്റൈസേഷൻ ഒക്കെ ചെറുതായിട്ടൊന്ന് ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ബാക്ക് ആയിട്ട് കൊണ്ടുവരണം. മോണിറ്റൈസേഷൻ വീണ്ടും എനേബിൾ ആവണം. നിങ്ങൾ ഇത്ര ചെയ്യേണ്ടേ ഉള്ളൂ. ഹാർട്ട്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ പാനലിൽ തത്സമയം ലഭിക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ കുറച്ച് ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സ്നേഹം മാത്രം. ആൻഡ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 32 LEDs കൊണ്ടിട്ടുള്ള ഒരു ഫ്രണ്ട് പിക്സലേറ്റഡ് പാനൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് വളരെയധികം കളർഫുൾ ആയിട്ടുള്ള കുറച്ച് മോഡുകളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ടായിരിക്കും നമ്മളിത് അൺബോക്സ് ചെയ്യുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെലവഡായിട്ടുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അടിപൊളിയായിരിക്കും. വളരെ യൂണിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ എൻ്റെ ചാനലിൽ ചെയ്തിരിക്കുന്ന അൺബോക്സിങ്ങിൽ ഏറ്റവും യൂണിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് എന്തോന്നിട്ട് ഇത് നിങ്ങളിത് നോക്കി, ഇതാണ് നമ്മുടെ കൊറിയർ സർവീസിന്റെ മഹിമ. കണ്ട ഈ ഒരു ബോക്സ് നിങ്ങൾ നോക്കി, ഇതിനകത്ത് ഈ ഒരു ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ നോക്ക്. ഇതെന്തോ പപ്പടം പൊടിച്ചു വെച്ചേക്കുന്ന പോലെ എല്ലാം കൊണ്ടുത്താന്നത് നോക്കി. ഞാൻ എല്ലാ കൊറിയർ സർവീസുകാരെയും ഒരേപോലെ പറയുമൊന്നുമല്ല, പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് കൊറിയർ സർവീസിന്റെ ഒരു ഓഫീസിൽ ഒരു പ്രോഡക്റ്റ് റിസീവ് ചെയ്യാൻ പോയപ്പോൾ വളരെയധികം എനിക്ക് വിഷമം തോന്നി. കാരണം ഭയങ്കര വില കൂടിയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അതിൽ ഒരു കെയർ പോലും ഇല്ലാണ്ട് ആരുടെയോ സാധനം എന്ന രീതിയിൽ അതിന്റെ പുറത്തേക്കൊക്കെ ചവിട്ടി നടക്കുന്നു പലരും. ഭാഗ്യം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും കേക്ക് പൊതിഞ്ഞേക്കുന്ന പോലെ കമ്പനിക്കാർ ഒരു റാപ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല. എന്തായാലും നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ കവറ് പീൽ ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, നല്ല രീതിയിൽ ഓളിയുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബേസ് പോരാ, ഒട്ടും പോരാ. കാരണം നമുക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല ബേസിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് വോക്കല് ഭയങ്കര രീതിക്ക് കൂടിയിട്ടും ഒരു അൺബാലൻസ്ഡ് സൗണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനത്തിൽ. ഇതിപ്പം ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങളൊരു FM ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിനകത്തൂടെ FM ഒക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പാട്ട് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്പീക്കറായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു ഡെക്കറായിട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കൊണ്ട് നടക്കുമ്പോൾ 4 പേര് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അല്ലാണ്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്യില്ല. ഇതൊരു യൂണിക് പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ വോയിസും കാര്യങ്ങളിലും ഒക്കെ ഇനിയും പോർട്രോണിക്സ് വർക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം പുറകിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു മോണോ സ്പീക്കർ കാണാൻ സാധിക്കും. മേളിലായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബട്ടൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം.
ഇവിടെ നമുക്ക് പവർ ബട്ടൺ കാണാൻ പറ്റും. ഇപ്പുറത്തായിട്ട് നമുക്ക് വോളിയം പ്ലസും മൈനസും, അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് പ്ലേ ബട്ടണും കാണാൻ പറ്റും. സോ ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്ന പവർ ബട്ടൺ. പ്ലസ് ആൻഡ് മൈനസ് വോളിയം ബട്ടണിനും ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് നമുക്ക് ആ ഒരു പ്ലേ ആൻഡ് പോസ് ബട്ടണും കാണാൻ സാധിക്കും. ഇതുപോലത്തെ ഒരു സ്പീക്കറും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പെയർ ചെയ്ത് നിങ്ങൾക്കൊരു സ്റ്റീരിയോ സ്പീക്കറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഓൺ ചെയ്യാണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതി കാണിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വോളിയം പ്ലസ് മൈനസ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ പ്ലസ് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ വോളിയം കൂടുകയും മാക്സിമത്തിലാവുമ്പോൾ ഇങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ആൻഡ് ഇവിടെ നമുക്ക് മൈനസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആയിട്ട് കാണിക്കും. എന്നിട്ട് ഇവിടെ താഴെ ഓരോ കട്ടയായിട്ട് കുറഞ്ഞു വരും. സോ അങ്ങനെ നമുക്ക് എന്ത് ഫങ്ഷൻസും ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ട് നമുക്കതിനെ ലൈവിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇതിന്റെ ബാറ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് ലൈഫും അതേപോലെ തന്നെ 2400 mAh ഒരു ബാറ്ററിയുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 2400 mAh ഒരു ഔട്ട് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു 2400 mAh ഉള്ളൊരു ബാറ്ററി സഫീഷ്യൻ്റ് അല്ല ഫോർ ദിസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ ബാക്കപ്പ് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ ഇത് ഓഫായി പോകുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആക്കി വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഓഫ് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ കാണുന്നുണ്ടല്ലോ, ആ പ്ലേ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഭയങ്കര ലോങ് ആയിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. കുറേ നേരം കഴിയുമ്പോൾ ഈ ഡിസ്പ്ലേ തന്നെ ഓഫ് ആവും. ഇനി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഓഫ് ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കാൻ സാധിക്കും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ഇത് ഓൺ ആക്കണമെങ്കിൽ സെയിം ബട്ടണെ തന്നെ കുറേ നേരം പ്രസ് ചെയ്ത് പിടിക്കുക. സോ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. സോ ഇങ്ങനെ ഓഫ് ഓണും ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ബാറ്ററി ബാക്കപ്പ് കുറേ നേരം കൂടെ കൂട്ടാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആക്കി വെച്ചുകൊണ്ട് ഫുൾ സൗണ്ടിൽ പാട്ട് കേൾക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു 1 മണിക്കൂറും കൂടെ നിൽക്കത്തില്ല, അതിന് മുന്നേ തന്നെ ഓഫ് ആവും. പിന്നെ ഇതൊരു ടേബിൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു LED ഇതിനകത്ത് നമ്മൾ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ഒരു LED പ്ലേ ആയിക്കൊണ്ടിരിക്കും. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാനിങ്ങനെ വെക്കുമ്പോൾ ഓരോ രീതിയിലുള്ള ആനിമേഷൻസ് പിക്സൽ രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കും. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫേസാണ്, ഇപ്പം വന്നിട്ടുള്ള ഒരു ഫേസാണ്. പിന്നെ ഇതിനകത്ത് ഈ ഒരു സംഭവം, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു ആനിമേഷനൊക്കെ വെച്ചിട്ട് ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ അതിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഷോ പീസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. TF കാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് USB-A, അതായത് നമ്മുടെ USB പെൻ ഡ്രൈവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് പാട്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പുറത്ത് തന്നെ നമുക്ക് DC-യുടെ 5 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻപുട്ടും കാണാൻ സാധിക്കും. അതുവഴി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് Type-C യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം വരുന്ന എല്ലാ TWSും സ്പീക്കേഴ്സും Type-C സപ്പോർട്ടഡ് ആണ്. സോ ഇതിനകത്ത് അതൊരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതിനകത്ത് എടുത്തു പറയാൻ ഇതിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്കൊരു ഷോ പീസായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു ക്രിസ്പ് ആൻഡ് ക്ലിയർ സൗണ്ട് ഇതിൽ നിന്നും കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയത്തില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വീണ്ടും എത്തും. ഇതുപോലുള്ള അൺബോക്സിംഗ് ആൻഡ് ടെക് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവർക്ക് its.me Ashish Techy, time to end of the show and bye bye.